മാനേജർ, രൂപത വികർ ജനറൽ മോൺസിഞ്ഞോർ സെബാസ്റ്റ്യൻ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ വൈസ് പ്രിൻസിപ്പലും അക്കാഡമിക് ഡീനുമായിട്ടുള്ള ഡോക്ടർ സെബാസ്റ്റ്യൻ ചാമക്കാരയും, ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ചീഫ് അക്കാഡമിക് കോർഡിനേറ്റർ ശ്രീ ജുബിൻ ജെയിംസ്, വളരെ ബഹുമാന്യരായ മീഡിയ പ്രവർത്തകരെ, നിങ്ങളേവർക്കും ഏറ്റവും വിനീതമായ വന്ദനം. പാലാ സിവിൽ സർവീസ് ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്ക് നിങ്ങളെല്ലാവരെയും ആദ്യമേ തന്നെ ഏറ്റവും സ്നേഹാദരപൂർവ്വം ആദരവുമായി ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. ഇൻസ്റ്റിറ്റ്യൂട്ടിന് വേണ്ടിയിട്ട് സ്വാഗതം ചെയ്യും. നമുക്കറിയാം, പാലാ സിവിൽ സർവീസ് ഇൻസ്റ്റിറ്റ്യൂട്ട് 1998 സ്ഥാപിതമാണ്. 1997 സിവിൽ സർവീസ് റിസൾട്ട് വന്നപ്പോൾ മലയാളികൾ ആരും തന്നെ സിവിൽ സർവീസ് റാങ്ക് ലിസ്റ്റിലില്ലായിരുന്നു. ആ ഒരു സാഹചര്യത്തിലാണ് ചങ്ങനാശ്ശേരി രൂപതയുടെ അതിരൂപത തിരുമേനിയായിരുന്ന പൗത്തിൽ പിതാവും പാലാ രൂപത ബിഷപ്പായിരുന്ന മാർ ജോസഫ് പള്ളിക്കാപ്പറമ്പ് പിതാവും മാത്യു വട്ടക്കുഴി പിതാവും, കാഞ്ഞിരപ്പള്ളി ബിഷപ്പായിരുന്ന മാത്യു വട്ടക്കുഴി പിതാവും അവർ കൂടിയാലോചിച്ച് ഒട്ടേറെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ നമ്മുടെ സഭ നടത്തുന്നുണ്ടെങ്കിലും ഈ നാട്ടിൽ നിന്നാരും ഒരു വിഭാഗത്തിൽപ്പെട്ടവരും സിവിൽ സർവീസ് പോലെയുള്ള ഒരു ഉന്നത പദവിക്ക് വരാത്തത് എന്തുകൊണ്ട് എന്നുള്ളൊരു ചിന്തയാണ് തൊട്ടടുത്ത വർഷം 1998 ഇങ്ങനെ ഒരു സ്ഥാപനം പാലായിൽ സ്ഥാപിക്കപ്പെടാൻ ഇടയായി. അതുകൊണ്ട് തന്നെ ഇത് നമ്മുടെ സ്ഥാപനമാണ്. മലയാളികൾക്ക് വേണ്ടി, കേരളത്തിന് വേണ്ടി, വിശേഷ കേരളത്തിന് വേണ്ടി, മലയാളികൾക്ക് വേണ്ടി സ്ഥാപിതമായിരിക്കുന്ന ഒരു പ്രസ്ഥാനമാണ്. നമ്മുടെ നാട്ടിലുള്ള നമ്മുടെ മക്കളെ ഭാരതത്തിൻ്റെ സ്ഥിരാകേന്ദ്രങ്ങളിൽ, ഭരണ സ്ഥിരാകേന്ദ്രങ്ങളിൽ എത്തിക്കുക, അങ്ങനെ നമ്മുടെ നാടിന് നന്മയുണ്ടാവുക, നമ്മുടെ മക്കൾക്ക് നന്മയുണ്ടാവുക എന്ന ലക്ഷ്യത്തോടു കൂടി സ്ഥാപിതമായിരിക്കുന്ന ഒരു സ്ഥാപനമായതുകൊണ്ട് ഇത് നമ്മളുടെ എല്ലാവരുടെയുമാണ്. ആ ഒരു ബോധ്യത്തിൽ നിങ്ങളുടെ എല്ലാവരുടെയും നേതൃത്വവും സഹകരണവും പ്രോത്സാഹനവും തിരുത്തലുകളും പാലാ സിവിൽ സർവീസ് ഇൻസ്റ്റിറ്റ്യൂട്ട് ആഗ്രഹിക്കുക. അതിനുവേണ്ടി നിങ്ങൾ തയ്യാറാകണം എന്ന അപേക്ഷയോടുകൂടി ഞാൻ ഈ പത്രസമ്മേളനത്തിൽ അധ്യക്ഷം വഹിക്കുന്ന ആദരണീയനായ പാലാ സിവിൽ സർവീസ് ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ മാനേജർ, ഈ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ എല്ലാ ദിവസവും നേതൃത്വം നൽകി ഇതിൻ്റെ എല്ലാ പ്രതിസന്ധികളിലും അതിന് വേണ്ട പരിഹാരം നൽകി ഇൻസ്റ്റിറ്റ്യൂട്ടിനെ മുമ്പോട്ട് നയിക്കുന്ന ബഹുമാന്യനായ മാനേജർ മോൺസിഞ്ഞോർ സെബാസ്റ്റ്യൻ വേദാരത്തിന് ഈ പത്രസമ്മേളനത്തിലേക്ക് ഏറ്റവും ആദരപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ഒപ്പം വൈസ് പ്രിൻസിപ്പൽ ഫാദർ ചാമക്കാരച്ചനെയും ജുബിൻ ജെയിംസിനെയും നിങ്ങളെ ഓരോരുത്തരെയും സമയത്തിന് നൽകിയതുകൊണ്ട് ഒറ്റ വാക്കിൽ സ്വാഗതം ചെയ്യുന്നത് ഞാൻ എൻ്റെ ആമുഖ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ്. എല്ലാവരെയും ഈ സ്ഥാപനത്തിൽ ഒരുമിച്ച് കാണുന്നതിൽ വലിയ സന്തോഷമുണ്ട്. കാരണം ഈ സ്ഥാപനം ദേശത്തിൻ്റെ നിർമ്മിതിയിൽ, പ്രത്യേകിച്ച് നമ്മുടെ കുഞ്ഞുങ്ങളുടെ വളർച്ചയിൽ നിർണായകമായിട്ടുള്ള പങ്കുവഹിക്കുന്ന ഒരു സ്ഥാപനമാണ്. ജാതിമത ഭേദമന്യേ ഇതിൻ്റെ വാതിലുകൾ എല്ലാവർക്കുമായിട്ട് നമ്മൾ തുറന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിനെ മികവിൻ്റെ ഒരു കേന്ദ്രം എന്ന രീതിയിൽ അവതരിപ്പിക്കാനാണ് എൻ്റെ മനസ്സെപ്പോഴും ആഗ്രഹിക്കുന്നത്. 28 വർഷത്തെ ചരിത്രം ഈ സ്ഥാപനത്തിനുണ്ട്. ദൈവത്തിൻ്റെ വലിയ പരിപാലനയിൽ 382 പേരെ ഇന്ത്യൻ സിവിൽ സർവീസ് രംഗത്തും അനേകം ആയിരങ്ങളെ സമാന രീതിയിലുള്ള സർക്കാർ, അർദ്ധ സർക്കാർ ഉദ്യോഗങ്ങളിലേക്ക് എത്തിക്കാനായിട്ട് ഈ സ്ഥാപനത്തിന് സാധിച്ചിട്ടുണ്ട്. അതുതന്നെയാണ് ഈ സ്ഥാപനത്തിൻ്റെ മികവെന്ന് പറയുന്നത്. ഇതിൻ്റെ ഉദ്ദേശ ലക്ഷ്യങ്ങളെക്കുറിച്ചെല്ലാം ബഹുമാനപ്പെട്ട പ്രിൻസിപ്പൽ സാറ് നമ്മോട് സംസാരിച്ചു. നമ്മുടെ ഈ പ്രദേശം പ്രത്യേകിച്ച് ഒരു ഗ്രാമീണ മേഖലയാണ്. ഈ പ്രദേശത്തുള്ള കുട്ടികൾക്ക് വലിയ സിറ്റികളിൽ പോയി, ഡൽഹി, കൽക്കട്ട അല്ലെങ്കിൽ ബോംബെ അങ്ങനെയുള്ള വലിയ സിറ്റികളിൽ പോയി ഇതുപോലുള്ള പരിശീലനം നടത്താണെങ്കിൽ ലക്ഷങ്ങളുടെ ചിലവ് വരുന്നുണ്ട്. ഞാൻ മനസ്സിലാക്കുന്നതനുസരിച്ച് ഡൽഹിയിലൊക്കെ 2.5 ലക്ഷം രൂപയാണ് ഈ ഒരു കോഴ്സ് നടത്താനായിട്ട് വേണ്ടി വരുന്നത്. അപ്പോൾ നമ്മുടെ ഈ പ്രദേശത്തുള്ള കാർഷിക മേഖലയിലുള്ള, ഗ്രാമീണ മേഖലയിലുള്ള കുഞ്ഞുങ്ങൾക്ക് അത് താങ്ങാൻ പറ്റുന്ന അപ്പുറമാണ്. അതുകൊണ്ടാണ് അഭിനന്ദരായ പിതാക്കന്മാർ
തുടരാൻ ഈ സ്ഥാപനം ഇവിടെ നമ്മളെ കുറിച്ചിട്ടുണ്ടാകണം. അതിൻ്റെ വളർച്ച വളരെ വളരെ നന്നായിരുന്നു. 24 വർഷത്തോളം നമ്മുടെ സെന്റ് തോമസ് കോളേജിൻ്റെ ഹെറിറ്റേജ് ബിൽഡിങ്ങിലാണ് ഈ സ്ഥാപനം പ്രവർത്തിച്ചത്. നവംബർ മാസം 11-ാം തീയതി 2021 ഈ കെട്ടിടം ഈ സിവിൽ സർവീസ് പരീക്ഷയ്ക്ക് വേണ്ടി മാത്രമായിട്ട് നമുക്ക് നിർമ്മിക്കാനായിട്ട് സാധിച്ചു. അതിനുശേഷം ഇതിൻ്റെ വളർച്ച വളരെ അഭൂതപൂർവമാണ്. 5ാം ക്ലാസ് മുതൽ ഡിഗ്രി പഠനം പൂർത്തിയായവർക്ക് വരെയുള്ള എല്ലാ വളർച്ചയുടെയും സാധ്യതകൾ, പ്രത്യേകിച്ച് നമ്മളുടേത് ഒരു കോമ്പറ്റീഷൻ നിറഞ്ഞു നിൽക്കുന്ന ലോകമാണ്, മത്സരമാണ് കാര്യം. ഈ രാജ്യത്ത് തന്നെ ഒട്ടനവധി ജോലി അവസരങ്ങളുണ്ട്. പക്ഷേ എല്ലാത്തിനും പരിശീലനം നടത്തി മികവ് തെളിയിച്ചെങ്കിൽ മാത്രമേ ഈ ഉദ്യോഗങ്ങളിലേക്ക് നമുക്ക് വരാൻ സാധിക്കുള്ളൂ. ഏറ്റവും മുൻപന്തി നിൽക്കുന്നതാണ് സിവിൽ സർവീസ്. യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷൻ നടത്തുന്ന IAS പരീക്ഷകൾ, അതുപോലെ തന്നെ KS കേരള അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ് പരീക്ഷകൾ, PSC നമ്മുടെ സംസ്ഥാനത്ത് ഏതെങ്കിലും ഗവൺമെൻറ് ജോലി വാങ്ങിക്കണമെങ്കിൽ PSC നടത്തുന്ന പരീക്ഷ പാസ്സാണ്. അങ്ങനെ നാനാവിധത്തിലുള്ള പരീക്ഷകൾക്ക് കുഞ്ഞുങ്ങളെ ഒരുക്കുന്ന ഒരു വേദിയാണ്. അതിന് പുറമെ 5ാം ക്ലാസ് മുതലുള്ള കുഞ്ഞുങ്ങളെ ഒരു അക്കാഡമിക് മികവിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ബ്ലൂമിംഗ് മൈൻഡ്സ്, ബ്യൂട്ടിഫുൾ മൈൻഡ്സ്, ഫൗണ്ടേഷൻ കോഴ്സ്, കരിഷ്മ തുടങ്ങിയ പരിപാടികളൊന്നും നടത്തുന്നു. ഈ അടുത്ത ദിവസം നടക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഇവൻ്റാണ് മെറാക്കി എന്ന ഒരു സിവിൽ സർവീസ് റെസിഡൻഷ്യൽ ക്യാമ്പ്. ക്രിയേറ്റീവ് ടച്ച് എന്ന ഉള്ളിൽ ഒരു ദൈവികമായ സ്പർശനം കുട്ടികൾക്കുണ്ടാകുന്ന വിധത്തിലാണ് കേരളത്തിലെ പ്രഗത്ഭരായിട്ടുള്ള IAS ഉദ്യോഗസ്ഥരെ പങ്കെടുക്കുന്ന ഈ ക്യാമ്പ് ഏപ്രിൽ മാസം 30-ാം തീയതി ഉച്ചകഴിഞ്ഞ് നമ്മുടെ എറണാകുളത്തുള്ള പാസ്റ്ററൽ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ വെച്ച് നടക്കുന്നത്. അത് മെയ് മാസം 3-ാം തീയതി വരും. ഇതിനോടകം തന്നെ നൂറുകണക്കിന് വിദ്യാർത്ഥികൾ ഈ ക്യാമ്പിൽ കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും പങ്കെടുക്കാനായിട്ട് രജിസ്ട്രേഷൻ നടത്തിയിട്ടുണ്ട്. നമ്മുടെ അതിഥ്യനായ മുൻ DGP ജേക്കബ് കുഞ്ഞു സാറ്, അതുപോലെ TK ജോസ് IAS സാറ്, മുഹമ്മദ് ഹനീഷ് IAS, ജ്യോതിഷ് മോഹൻ IRS, ഈ വർഷം നമുക്ക് നമ്മുടെ പാലായിയുടെ അഭിമാനമായ സ്മിത സാബു, പ്രവർത്തനകാരിയായ സ്മിത 239 റാങ്ക് വാങ്ങി. ഇങ്ങനെയുള്ള പ്രഗത്ഭരായ ആളുകളാണ് കുട്ടികളുമായിട്ട് സംബന്ധിച്ചത്. കുട്ടികളുടെ ജീവിതത്തിൽ വലിയൊരു വിഷൻ, വലിയൊരു നാളെയെക്കുറിച്ചുള്ള വലിയ സ്വപ്നങ്ങൾ തീരുമായിട്ട് ഉള്ള സംവാദത്തിലൂടെ ഇവരുടെ ക്ലാസ്സുകളൊക്കെ കൊടുക്കാനായിട്ട് സാധിക്കും. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, സാമ്പത്തികമായി പിന്നോക്കാവസ്ഥയുള്ള ഒരുപാട് കുഞ്ഞുങ്ങളുണ്ട്, ഒരുപാട് ഫാമിലീസുണ്ട്. നമ്മളിവിടെ വലിയ ഒരു ഭാരത് ഫീസിനത്തിൽ കുട്ടികൾ നമ്മൾ നൽകുന്നില്ലെങ്കിലും ഏകദേശം 1 ലക്ഷത്തോളം രൂപ ചെലവ് വരുന്നുണ്ട്. പ്രിലിംസ്, മെയിൻസ്, അതുപോലെ ഇന്റർവ്യൂ കോച്ചിങ്ങുകൾ, 2 വർഷത്തെ പരിശീലനം, 1 വർഷം നമ്മൾ ഫുൾ ടൈം ബാച്ച്, റെഗുലറായിട്ട് ക്ലാസ്സുകൾ, ISP പോലുള്ള കോച്ചിങ്ങുകൾ, അങ്ങനെയുള്ള കാര്യങ്ങളിലൂടെ അത് 1-ാം വർഷം കിട്ടാത്ത കുഞ്ഞുങ്ങൾക്ക് 2-ാം വർഷം സ്റ്റേ ബാക്കാണ്, അവിടെ തുടരാം. അങ്ങനെ 2 വർഷത്തെ ഒരു കോച്ചിങ്ങിന് വേണ്ടി നമ്മൾ ഏകദേശം 1 ലക്ഷം രൂപ. ഇനി ആ പൈസ കണ്ടെത്താനായിട്ട് പ്രയാസമുള്ള കുഞ്ഞുങ്ങൾക്ക് നമ്മൾ എല്ലാ വിധത്തിലുള്ള സാമ്പത്തിക സപ്പോർട്ട് നൽകുന്നു. പ്രത്യേകിച്ച് ഈ സ്ഥാപനം ആരംഭിച്ചു മുതൽ നമ്മുടെ DCMS വിഭാഗത്തിൽപ്പെട്ട കുട്ടികൾക്ക് 60% ഫീസ് നൽകുന്നുണ്ട്. SC ST വിഭാഗത്തിൽപ്പെട്ട കുട്ടികൾക്ക് പ്രത്യേക ആനുകൂല്യങ്ങൾ നൽകുന്നുണ്ട്. ഒരു 3-4 വർഷമായിട്ട് നമ്മൾ ഒരു 25 ലക്ഷം മുതൽ ഒരു 50 ലക്ഷം രൂപ വരെ എല്ലാ വർഷവും സ്കോളർഷിപ്പുകൾ നൽകുന്നു. അതിൽ നമ്മുടെ സ്കോളർഷിപ്പ് ടെസ്റ്റുകളുണ്ട്. ആ ടെസ്റ്റിൽ 30% മാർക്ക് വാങ്ങിച്ചാൽ ഏത് കുട്ടിക്കും ഈ ഫീസ് മുഴുവനായിട്ട് നമുക്ക് സ്കോളർഷിപ്പായിട്ട്. ഈ വർഷം നമ്മുടെ സിറോ മലബാർ സഭയിൽ സമുദായ ശാക്തീകരണ വർഷമായിട്ട് പ്രഖ്യാപിച്ചതിന്റെ ഭാഗമായിട്ട് 100 ലക്ഷം രൂപയാണ് നമ്മൾ ഈ സിവിൽ സർവീസ് പരിശീലനങ്ങൾക്ക് സ്കോളർഷിപ്പ് നൽകാനായിട്ട് ആഗ്രഹിക്കുന്നു. ആ ഒരു കാര്യം വളരെ പ്രത്യേകമായിട്ട് നിങ്ങളെ അറിയിക്കുകയാണ്. അപ്പോൾ പൈസ അല്ലെങ്കിൽ സാമ്പത്തികമായ ബുദ്ധിമുട്ട് ഉള്ളതിൻ്റെ പേരിൽ ഒരു കുഞ്ഞിന് പോലും പഠിക്കാനുള്ള അവസരങ്ങൾ നിഷേധിക്കപ്പെടരുത്. അതാണ് നമ്മുടെ ഉള്ളിലെ ഏറ്റവും വലിയ ആഗ്രഹം. അതിന് നമ്മളെ സഹായിക്കാൻ സന്നദ്ധരായ ധാരാളം ആളുകളുണ്ട്. പ്രത്യേകിച്ച് കുഞ്ഞിൻ്റെ വിദ്യാഭ്യാസം അതിലൂടെയാണല്ലോ കുടുംബം രക്ഷപ്പെടുന്നത്, രാജ്യം രക്ഷപ്പെടുന്നത്, സമൂഹം അഭിവൃദ്ധി പ്രാപിക്കുന്നത്.
അതുകൊണ്ട് നമുക്ക് ആ ഒരു യജ്ഞത്തിൽ വളരെ നന്നായിട്ട് നമുക്ക് ഈ വർഷങ്ങളിൽ നിന്ന് മുന്നോട്ട് പോകാൻ സാധിച്ചിട്ടുണ്ട്. ഈ ഒരു വർഷം കൂടുതലായിട്ട് നമ്മൾ അതിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കുകയാണ്. തീർച്ചയായിട്ടും നിങ്ങളുടെ വലിയ ഒരു സപ്പോർട്ട്, ഇത്രയും വലിയൊരു എന്താണ് ഒരു പ്രഷർ, ഒരു നിധി നമ്മുടെ മുന്നിട്ട് കിടക്കുകയാണ്. അത് ജാതിമത ഭേദം എല്ലാവർക്കും ഇതിൻ്റെ വാതിലുകൾ തുറക്കപ്പെട്ട് ധാരാളം ആളുകൾ വരുന്നുണ്ട്. നിങ്ങളുടെ സഹായ സഹകരണത്തിലൂടെ ഇതിൻ്റെ വ്യത്യസ്തമായ തലങ്ങൾ എല്ലാവരുടെയും എത്തിക്കണം. അതിന് നിങ്ങളെല്ലാവരുടെയും ആത്മാർത്ഥമായ സഹായ സഹകരണങ്ങൾ ഞാൻ അഭ്യർത്ഥിക്കുന്നു. ഈ സ്ഥാപനത്തിൻ്റെ പേട്രൺസ് ആയിട്ട് നിലകൊള്ളുന്നത് ഇപ്പോൾ ചങ്ങനാശ്ശേരി അതിരൂപതയുടെ മെത്രാപ്പൊലീത്ത അഭിവന്ദ്യ മാർ തോമസ് തറയിൽ, അതുപോലെ പാലാരൂപത അധ്യക്ഷൻ അഭിവന്ദ്യ മാർ ജോസഫ് കല്ലറങ്ങാട്ട്, കാഞ്ഞിരപ്പള്ളി രൂപതയുടെ അഭിവന്ദ്യ പിതാവ് മാർ ജോസ് പുളിക്കൽ എന്നീ പിതാക്കന്മാരാണ്. അതുപോലെ അഡ്വൈസറി ബോർഡിൽ പ്രവർത്തിക്കുന്ന വളരെ ഈടുറ്റ വ്യക്തിത്വങ്ങൾ നമുക്കുണ്ട്. അവരുടെ വ്യക്തമായിട്ടുള്ള നേതൃത്വത്തിലാണ് ഇപ്പോൾ അഡ്വൈസറി ബോർഡ് പ്രവർത്തിക്കുന്നവർ ശ്രീ PC ശ്രീൻ IAS റിട്ടയർഡ്, ശ്രീ ടോം ജോസ് IAS റിട്ടയർഡ്, ശ്രീ ജേക്കബ് പുന്നൂസ്കാർ, ഡോക്ടർ സാക്കിർ ടി തോമസ്, അദ്ദേഹം IRSന്റെ ഫോമർ ഡയറക്ടറായിരുന്നു. അതുപോലെ ശ്രീ അഗസ്റ്റിൻ പീറ്റർ, അതുപോലെ സെന്റ് തോമസ് കോളേജിന്റെ മുൻ പ്രിൻസിപ്പളായിരുന്ന KK ജോസ് കൺസിലാറ്റ്, അതുപോലെ നമ്മുടെ ഈ സമീപകാലങ്ങളെല്ലാം ഉന്നതമായ വിജയം നേടിയ യങ് ബ്ലഡ്, അവരുടെ എല്ലാം വലിയ ആശയങ്ങളെല്ലാം ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മൾ മുന്നോട്ടുള്ള ഓരോ ദിവസത്തെയും കർമ്മ പരിപാടികൾ ആവിഷ്കരിച്ച് നടത്താറുള്ളത്.